നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഹൃദയത്തെക്കുറിച്ചും ഹൃദ്രോഗത്തെപ്പറ്റിയുമൊക്കെയുള്ള കുറേയേറെ റിസർച്ചുകൾ എല്ലാ ദിവസവും പബ്ലിഷ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ളൊരു റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തൊരു റിസൾട്ട് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വരുന്നു. അത് കാണിക്കുന്നത് ഈ ഹൃദ്രോഗ ചികിത്സയ്ക്കുള്ള വളരെ ശക്തമായ ഒരു ക്ലിനിക്കൽ സ്ട്രാറ്റജിയായി മാറാവുന്ന ഒരു ഡിസ്കവറിയാണ് റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്തത്. അതിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എലികളിലാണ് ഈ പരീക്ഷണം നടത്തിയത്. എലികളിലെ ഹൃദയപേശികളിലെ കോശങ്ങളെ നന്നാക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് അവർ പരീക്ഷിച്ചത്. ഇത് ഹൃദയാഘാതം വന്ന്, അല്ലെങ്കിൽ ഹൃദയാഘാതത്തിന് നമ്മൾ പൊതുവെ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഹൃദയാഘാതം വന്ന് നശിക്കുന്ന കോശങ്ങളെ നന്നാക്കുക മാത്രമല്ല അവയെ പുനരുജ്ജീവിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ളൊരു സാങ്കേതിക വിദ്യയാണ് ഈ ഗവേഷകർ ട്രൈ ചെയ്തത്. പക്ഷേ അത് എലികളിലാണ് നടത്തിയെന്നുള്ളതാണ് പ്രത്യേകത. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ഈ കാണിച്ചിരിക്കുന്ന ജേണലിലാണ്, അതായത് ജേണൽ ഓഫ് കാർഡിയോവാസ്കുലർ ഏജിംഗ് എന്ന് പറയുന്ന ജേണലിലാണ് പബ്ലിഷ് ചെയ്തത്. ഇതിലെ റിസർച്ചേഴ്സൊക്കെ US നിന്നുള്ളവരാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഹോസ്റ്റൺ ഉണ്ടല്ലോ, അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസിലെ MD ആൻഡേഴ്സൺ ക്യാൻസർ സെൻറ്റർ ഉണ്ട്, അവിടെ നിന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഒരു കമ്പനി, ഒരു ബയോസയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ആനിമേറ്റേഴ്സ് എന്ന് പറയുന്നൊരു ബയോസയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയും ഇതിൽ ഈ റിസർച്ചിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഇവർ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടുപിടുത്തത്തിന് വളരെ വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമാണെന്നും മനുഷ്യരുടെ ഹൃദയരോഗ ചികിത്സയ്ക്ക് ഭാവിയിൽ ക്ലിനിക്കൽ സ്ട്രാറ്റജീസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ ഈ ഒരു സ്റ്റഡിയിൽ നിന്നുള്ള ഔട്ട്കം, ഇത് എലികളിലാണ് നടത്തിയെങ്കിൽ പോലും ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഇതിലവർ ചെയ്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും mRNA എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അതായത് വളരെ സിന്തറ്റിക് ആയിട്ടുള്ള ഒരു mRNA ഉണ്ടാക്കി. mRNA എന്ന് വെച്ചാൽ മെസ്സഞ്ചർ റോബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ് ഫുൾ ഫോം. അത് ഒരു mRNA ഉപയോഗിച്ചതിന് ശേഷം ഒരു സിന്തറ്റിക് ഉണ്ടായ mRNA ഉപയോഗിച്ചിട്ട് ചില ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങൾ, അതായത് DNA RNA ആക്കി മാറ്റുന്ന തരത്തിലുള്ള ചില പ്രോട്ടീനുകൾ, ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങൾ പ്രത്യേകിച്ച് ഈ മൗസിൻ്റെ ഈ എലിയുടെ ഹൃദയത്തിലേക്ക് കുത്തിവെക്കുകയും അതുപയോഗിച്ചിട്ടാണ് ഈ ചികിത്സ നടത്തിയത്. അപ്പോൾ ഈ ചികിത്സയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പരിധിവരെ ഇത് ഭാവിയിൽ ഇതുവരെ ആർക്കും ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതൊരു റിസർച്ചാണെന്നും ഭാവിയിൽ മനുഷ്യർക്ക് ചികിത്സയ്ക്ക് സഹായകരമാകുന്ന റിസർച്ചാണെന്നുള്ള രീതിയിലാണ് ഈ സ്റ്റഡി പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വളരെ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയ ഒരു mRNA ഉപയോഗിച്ച് ഈ ഹൃദയ കോശങ്ങളുണ്ടല്ലോ, അതിന് ഒരു സ്റ്റെം സെൽ പോലുള്ള ഒരു ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ഈ സ്റ്റഡി നടത്തുന്നത്. അതിനെപ്പറ്റി വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലികളുടെ ഹൃദയത്തിൽ നിന്ന് അവർ വേർതിരിച്ചെടുത്ത കാർഡിയോമയോസൈറ്റ് എന്ന് പറയുന്ന, അതെന്ന് വെച്ചാൽ ഹൃദയപേശികളിലെ കോശങ്ങളെയാണ് കാർഡിയോമയോസൈറ്റ് എന്ന് പറയുന്നത്. ഈ മയോസൈറ്റുകളെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങൾ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള പ്രോട്ടീനാണെന്ന് തന്നെ പറയാം. സ്റ്റെമിനും YAP5SA എന്ന് പറയുന്ന രണ്ട് മ്യൂട്ടേറ്റഡ് ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങൾ ഒരുമിച്ച് അവർ അപ്ലൈ ചെയ്യുകയും, അത് പ്രത്യേകിച്ച് എക്സ്പെരിമെൻറ്റ് നടത്തിയതെല്ലാം ടിഷ്യൂ കൾച്ചർ ഡിഷസിലാണ്. ഈ മൗസിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള കോശങ്ങളിലാണ് ഈ സ്റ്റഡി നടത്തിയത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ mRNA ട്രീറ്റ്മെൻറ്റ് പോലെ അവർ ഈ കാർഡിയോമയോസൈറ്റിനെ ഒരു സ്റ്റെം സെൽ പോലുള്ള അവസ്ഥയിലേക്ക് എത്തിക്കാനാണ് അവർ ട്രൈ ചെയ്തത്. അതുപോലെ അതിൻ്റെ ഒരു ഫലമായിട്ട് അതിനെ പുനരുജ്ജീവിപ്പിക്കാനും അത് വളരെ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും സഹായിക്കുന്ന രീതിയിലുള്ള എക്സ്പെരിമെൻ്റാണ് അവർ ചെയ്തത്. അപ്പം ഈ കാർഡിയോമയോസൈറ്റിൽ ഈ സ്റ്റെം സെൽ പോലുള്ള ഗുണങ്ങൾ ഓൺ ചെയ്യാനായിട്ട് അവർ സ്റ്റെമിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങളാണ് അവർ യൂസ് ചെയ്തത്. അപ്പം ഈ റിസർച്ചേഴ്സ് പറയുന്നത്, ഈ സ്റ്റെമിൻ എന്ന് പറയുന്നത് വളരെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ളൊരു ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങളാണെന്നും അത് ഈ കാർഡിയോമയോസൈറ്റുകൾക്കിടയിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സിൻ്റെ ഔട്ട്കംസ് കാണിക്കുന്നത്. അവർ ഈ സ്റ്റെമിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെം സെൽ പോലെയുള്ള ഗുണങ്ങളെ നമുക്ക് കാർഡിയോമയോസൈറ്റിൽ കാണിക്കാൻ കഴിയുമെന്നും, അതോടൊപ്പം തന്നെ YAP5SA എന്ന് പറയുന്ന ഒരു, ഞാൻ പറഞ്ഞില്ല, അത് മറ്റൊരു ട്രാൻസ്ക്രിപ്ഷൻ ഘടകമാണ്. അതും അവയവങ്ങളുടെ വളർച്ചയെ, അതായത് ഹൃദയത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും പ്രത്യേകിച്ച് ഈ മയോസൈറ്റുകളെ ഒന്ന് റെപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെ അത് എൻഹാൻസ് ചെയ്യുമെന്നൊക്കെയാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അവർ ഈ ജേണലിൽ പബ്ലിഷ് ചെയ്ത ഈ കണ്ടെത്തലുകളിൽ ഈ സ്റ്റെമിനും YAP5SAയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക,
ടിഷ്യൂ കൾച്ചർ ഡിഷസിലാണ് അവർ സ്റ്റഡി നടത്തിയത്. അവർ ഓൾറെഡി ഈ ഹൃദയാഘാതത്തിന് തുല്യമായ അവസ്ഥയിൽ ഹൃദയത്തിന് കേടുപറ്റിയ മൗസിൻ്റെ ഹൃദയത്തിലാണ് അതിൻ്റെ സെല്ലുകളാണ് സ്റ്റഡി നടത്തിയത്. അപ്പം അവർ ഇതിന് ശേഷം അവർ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ചാൽ ഈ ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങൾ നൽകിയ ഹൃദയത്തിൽ കുത്തിവയ്പ്പ് നടത്തിയതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ മയോസൈറ്റ് ന്യൂക്ലിയകൾ കുറഞ്ഞതൊരു 15 മടങ്ങോളം തന്നെ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത. അപ്പം ഈ സ്റ്റഡിക്ക് വേണ്ടി അവർ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ തന്നെ മറ്റ് കോളേജ് ഓഫ് ഫാർമസിയിലുള്ള റിസർച്ചേഴ്സും ഒക്കെ ഇതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ ഹൃദയാഘാതത്തിന് തുല്യമായിട്ടുള്ള ഈ ഇൻഫ്രാക്റ്റഡ് അഡൽട്ട് മൗസ് മോഡൽ, അതായത് ഹൃദയാഘാതം വന്നതുപോലെയുള്ള ഒരു മൗസിൻ്റെ ആണ് സ്റ്റഡി നടത്തിയത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഈ ഫാർമക്കോളജി കോളേജ് ഓഫ് ഫാർമക്കോളജിയിലെ റിസർച്ചേഴ്സൊക്കെയാണ്. ഈ 2 ട്രാൻസ്ക്രിപ്ഷൻ ഘടകങ്ങളും അവർ ഇത്തരത്തിലുള്ള ഈ ഹൃദയാഘാതത്തിന് തുല്യമായ അവസ്ഥയിലുള്ള ഒരു മുതിർന്ന മൗസിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിവെച്ചപ്പോൾ അവരിൽ കണ്ട റിസൾട്ട്സ് വളരെ അസ്റ്റോണിഷിംഗ് ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ കുത്തിവയ്പ്പ് നടത്തി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഈ കാർഡിയാക് മയോസൈറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ പെരുകുന്നതായിട്ടാണ് ഇവർക്ക് മനസ്സിലായത്. അത് മാത്രമല്ല വിത്തിൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ഹൃദയത്തിൻ്റെ ചെറിയ കേടുപാടുകളൊക്കെ ഒന്ന് മാറ്റി ഈ കാർഡിയാക് പമ്പിംഗ് ഒക്കെ നോർമൽ അവസ്ഥയിലേക്ക് മാറാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ സിന്തറ്റിക് mRNA ഉപയോഗിച്ചുള്ള ഇത്തരത്തിലുള്ള ഒരു ചികിത്സയിലൂടെ ഈ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് ഈ mRNA ട്രീറ്റ്മെൻറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറാപ്പിയൊക്കെ ചെയ്യുന്നത് ഈ വൈറൽ ഡെലിവറിയിലൂടെ വൈറൽ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ വൈറൽ വെക്ടേഴ്സ് ഉപയോഗിച്ച് കോശങ്ങളിലേക്ക് ജീൻ തെറാപ്പി നടത്തുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് റിസർച്ചേഴ്സ് പറയാറുണ്ട്. പ്രത്യേകിച്ച് പല ജൈവ സുരക്ഷാ ആശങ്കകളുണ്ട്. അതായത് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ഇഷ്യൂസ് ഉണ്ട്. ഈ mRNA വൈറൽ ഡെലിവറി ചെയ്യുമ്പോൾ, അതായത് വൈറൽ വെക്ടേഴ്സ് ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ സാധാരണയായിട്ടും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ നിർത്താൻ കഴിയില്ലെന്നും അതിൻ്റെ ഒരു ആക്ടിവേഷൻ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല എന്നൊക്കെ പല റിസർച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബയോസേഫ്റ്റി ഇഷ്യൂസൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ mRNA ഈ സ്റ്റഡിയിൽ കാണിച്ചിരിക്കുന്ന പോലെ സിന്തറ്റിക് mRNA ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ ഇങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നും ആണ് ഈ റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. അത് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്യും. മാത്രമല്ല ഈ സിന്തറ്റിക് mRNA വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആക്ടിവേഷന് ശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ബയോസേഫ്റ്റി ഇഷ്യൂസ് ഇല്ലെന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഈ സ്റ്റഡിയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡിയോമയോസൈറ്റ് എന്ന് പറയുന്ന സെല്ലുകളുടെ ഒരു പ്രത്യേകതയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഹൃദയത്തിലെ പേശികൾ റീജനറേറ്റ് ചെയ്യില്ല, അതായത് നശിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പിന്നീട് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഹൃദയത്തിൻ്റെ കോശങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ പ്രായപൂർത്തിയായ ഒരു ഹൃദയത്തിൻ്റെ പേശിയിലെ കോശങ്ങൾ ഒരു 1% താഴെ മാത്രമേ അതിന് പുനരുജ്ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൃദയാഘാതമൊക്കെ വരുമ്പം ആൾക്കാർ പെട്ടെന്ന് മരിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയത്തിലുള്ള എല്ലാ സെല്ലുകളും, നമ്മൾ മരിക്കുന്ന സമയത്ത് കാണുന്ന എല്ലാ സെല്ലുകളും തന്നെ നമ്മൾ ജനിച്ച് ആദ്യത്തെ 1 മാസത്തിനുണ്ടായ സെല്ലുകളാണെന്നാണ് റിസർച്ചേഴ്സ് പറയുന്നത്. അതാണ് ഈ ഒരു സെല്ലിൻ്റെ പ്രത്യേകത. ഒരിക്കലും റീജനറേറ്റ് ചെയ്യില്ല മറ്റ് കോശങ്ങൾ പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഒരു ഹൃദയാഘാതം ഉണ്ടാകുന്ന സമയത്ത് കോശങ്ങൾ വീണ്ടും ഉണ്ടാകാത്തത് കൊണ്ട് ഹൃദയത്തിൻ്റെ സങ്കോചശേഷി നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ചേഴ്സ് പറയുന്നത് ഇത് വളരെ അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ളൊരു ഗവേഷണമാണെന്നും അതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു ഹൃദയ പുനരുജ്ജീവനത്തിന് വേണ്ടിയുള്ള ഈ സ്റ്റെമിനും YAP5SA എന്ന് പറഞ്ഞിട്ടുള്ള 2 ഘടകങ്ങൾ ഉപയോഗിച്ച് ഉള്ള സ്റ്റഡി, പ്രത്യേകിച്ച് mRNA, ഒരു സിന്തറ്റിക് mRNA ഉപയോഗിച്ചിട്ടുള്ള ഒരു ചികിത്സാ തന്ത്രങ്ങളൊക്കെ അവർക്ക് മെനഞ്ഞെടുക്കാൻ ഈ സ്റ്റഡിയിലൂടെ കഴിഞ്ഞു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഈ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്റ്റഡിക്ക് വേണ്ടി വളരെയധികം ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഹോസ്റ്റൺ യൂണിവേഴ്സിറ്റി ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു എൻഡോവ്മെൻറ്റ് ചെയറിൻ്റെ ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ തന്നെ യൂണിവേഴ്സിറ്റി ചെയറാണ്, അതിൻ്റെ ഒരു ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ടെക്സാസ് ഹയർ എഡ്യൂക്കേഷൻ കോർഡിനേറ്റിംഗ് ബോർഡിൻ്റെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ലെഡക് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫണ്ടിങ് ബോഡിയുടെ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അനിമാറ്റസ് ബയോസയൻസ് എന്ന് പറയുന്ന കമ്പനി, അവരും ഈ സ്റ്റഡിക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതിയത്. ഈ സ്റ്റഡി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള സ്റ്റഡികൾ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റ് വീഡിയോസ് നോക്കുക. ഞാൻ സയൻസ്, ടെക്നോളജി, സൊസൈറ്റി, എൻവയോൺമെൻറ്റ് തുടങ്ങിയതിൽ നിന്നുള്ള ലേറ്റസ്റ്റ് ജേണൽ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ടോക്കാണ് എൻ്റെ ചാനൽ ഉൾപ്പെടുത്താറുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നിങ്ങളടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.